നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുമ്പോൾ ലോകത്തിന്റെ വ്യാപാരത്തിന്റെ ഏകദേശം 20% നടക്കുന്നത് ഹോർമൂസ് കടലിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് അടഞ്ഞു കഴിഞ്ഞാൽ അത് ബാധിക്കാൻ പോകുന്നത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ മാത്രമല്ല, ഏഷ്യയിലോട്ട് വരുമ്പം അത് തെക്കൻ ഏഷ്യൻ രാജ്യങ്ങളെ കൃത്യമായി ബാധിക്കുന്നതാണ്. ഏഷ്യയിലെ മാത്രമല്ല ലോകത്തിന്റെ ചരക്കിനെ തന്നെ കൃത്യമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഗ്യാസിന്റെ വില വർധനവും അതുപോലെ തന്നെ പെട്രോളിന്റെ ഡീസലിന്റെ ഒക്കെ വില വർധനവും ഒക്കെ വലിയ പ്രതിസന്ധിയായി ഇന്ത്യക്ക് നേരിട്ടു. ഇന്ത്യക്ക് മാത്രമല്ല ഒരുപാട് ലോകരാജ്യങ്ങൾ നേരിട്ടേണ്ടി വന്ന പ്രധാനപ്പെട്ട കാരണം അതാണ്. അപ്പം ഇതിന് ബദലായി റഷ്യൻ പ്രസിഡന്റ് പുതിയൊരു പദ്ധതി മുമ്പോട്ട് വെച്ചിരിക്കുന്നു. റഷ്യയും ഇന്ത്യയും സംയുക്തമായിക്കൊണ്ട് റഷ്യയിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് ഒരു പാത വരുന്നു എന്നുള്ള കരമാർഗം ഒരു പാത വരുന്നു. ഇത് മുഖാന്തരം ട്രെയിൻ മുഖാന്തരം ചരക്ക് വ്യാപാരങ്ങളുടെ നടത്തിപ്പ് സുഗമമാകും എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കവുമായി റഷ്യ മുമ്പോട്ട് വരുന്നത്. റഷ്യൻ പ്രസിഡന്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ അത് പൂർണ്ണമായും അംഗീകരിക്കപ്പെടാൻ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കാണുന്ന ചാൻസ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിലവിൽ റഷ്യയുമായി നല്ല ബന്ധമുണ്ട്. നമുക്കറിയാം ഈ പറഞ്ഞ S-400 അടക്കമുള്ള മിസൈലുകളും അതുപോലെ തന്നെ സുഖോയ് പോലെയുള്ള വിമാനങ്ങളും അങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങൾ, ബ്രഹ്മോസ് പോലെ ഇന്ത്യയും റഷ്യയും സംയുക്തമായി നടത്തുന്ന ബ്രഹ്മോസിന്റെ മിസൈൽ പോലുള്ള അപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഡിഫൻസിൽ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്നു. കൂടുതൽ ബന്ധങ്ങൾ ശക്തമാക്കാൻ നമുക്ക് എണ്ണയിൽ നല്ല ശതമാനം എണ്ണയും റഷ്യയുടെ കയ്യിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നുണ്ട്. ഈ പാത നിലവിൽ റഷ്യ ഇത്തരത്തിലുള്ള ഒരു പാത മുമ്പോട്ട് പോകും. പ്രധാനമായും അത് റഷ്യയിൽ നിന്ന് ആരംഭിച്ച് തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പിന്നീട് പാകിസ്ഥാൻ, ഏറ്റവും അവസാനം ഇന്ത്യയിൽ എത്തിച്ചേരുന്ന ഒരു റൂട്ടാണ് റഷ്യൻ പ്രസിഡന്റ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. റഷ്യൻ പ്രസിഡന്റ് മറാട്ട് ഗുസ്നുലിൻ അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ള ഈ പാത എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഏകദേശം 4-5 രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാൻ, റഷ്യയിൽ നിന്ന് ആരംഭിച്ച് തുർക്ക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, പിന്നീട് ഇന്ത്യ, ഏകദേശം 5 രാജ്യങ്ങൾ കവർ ചെയ്തിട്ടുള്ള ഈ സ്ഥാനത്തിൽ എത്താനുള്ളത്. മാത്രമല്ല ചരക്ക് നീക്കമാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് വരുന്നത്. യാത്രാ ട്രെയിനുകൾക്ക് പകരമായി ഇത് കൊണ്ടുവരുന്നു. മാത്രമല്ല എണ്ണ, ധാന്യം, വളം തുടങ്ങിയ ഒരുപാട് ചരക്കുകൾ ഇന്ത്യയിലോട്ടും മറ്റു രാജ്യങ്ങളിലോട്ടും കൃത്യമായി എത്തിക്കുക എന്നുള്ളൊരു പ്രധാന ലക്ഷ്യം കൂടി ഇതിന് പുറകിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു പുതിയ പാത, വൈ വി നീഡ് എ ന്യൂ റൂട്ട് ഫോർ ദിസ് എന്നുള്ളൊരു വലിയ ചോദ്യചിഹ്നം അപ്പോൾ മുമ്പിൽ കിടക്കുന്നുണ്ട്. അതിന് കൃത്യമായ ഉത്തരം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോർമൂസ് തന്നെയാണ്. സമുദ്രപാതകളിലെ സുരക്ഷാ പ്രതിസന്ധി നിലവിൽ ചരക്ക് നീക്കത്തിന് കൃത്യമായും സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഒക്കെ നമ്മൾ പറഞ്ഞ പോലെ കൃത്യമായി വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അത് റഷ്യക്കായാലും ഇന്ത്യക്കായാലും പല രാജ്യങ്ങൾക്കും ഈ പറഞ്ഞ പോലെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചൈനയ്ക്ക് പോലും ഇത് വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട്. കാരണം ഇറാനിൽ നിന്നാണ് നല്ല ശതമാനം എണ്ണ ചൈന വാങ്ങിയിരുന്നത്. മാത്രമല്ല പിന്നീട് വെനസ്വേലയിൽ നിന്നായിരുന്നു. വെനസ്വേലയെ നിക്കോളാസ് മഡൂറോയെ അർദ്ധരാത്രി പോയിക്കൊണ്ട് അമേരിക്ക പ്രസിഡന്റ് പൂട്ടിയിട്ടു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അമേരിക്കയിലോട്ട് കൊണ്ടുവരുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഓപ്പറേഷൻ അബ്സലൂട്ട് റിസോൾവ് എന്ന് പേരിട്ടുകൊണ്ട് ഒരു ആക്രമണം നടത്തി കൃത്യമായി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം പിന്നീട് ഇറാൻ ആക്രമിച്ച് അത്ര എളുപ്പമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പരമോന്നത നേതാവ്, ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയെ വധിക്കാൻ ഇസ്രായേലിനും അമേരിക്കക്കും സാധിച്ചു. പക്ഷെ ഇപ്പോഴും ഇറാനെ കീഴടക്കുക എന്നുള്ളത് വെറും ഒരു സ്വപ്നം മാത്രമായി നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ തരത്തിലുള്ള യുദ്ധം നടക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല അമേരിക്ക ഇറാൻ പ്രശ്നം, ഹൂതികളുടെ ആക്രമണം, കാരണം അതുവഴി പോകുന്ന പാതകളടക്കം ഹൂതികൾ ആക്രമിക്കും. മാത്രമല്ല ചെങ്കടൽ അടച്ചിടും എന്നുള്ള തരത്തിലടക്കം പല കാര്യങ്ങളും പോകുന്നു. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നു പോകുന്നത് ഇത്തരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാക്കാൻ പോകുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ നേരിടാൻ പോകുന്ന രാജ്യങ്ങൾ ഇന്ത്യ അടക്കമുള്ള, റഷ്യ അടക്കമുള്ള, അഫ്ഗാനിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാത എന്ന് പറയുന്നത് അത്രയും വിലപ്പെട്ടതാണ്. അപ്പം ഇത് ബദലായി ഇതിന് ഏറ്റവും വലിയ പ്രശ്നം നേരിടാൻ പോകുന്നത് അത് ഇന്ത്യ തന്നെയായിരിക്കും. കാരണം തൊട്ടപ്പുറത്ത് കിടക്കുന്ന ചൈന അവരുടെ മണ്ണ് ഇതിന് വിട്ടുകൊടുക്കുമോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം അവിടെ കിടക്കുന്നുണ്ട്. മാത്രമല്ല ഇത് കൂടാണ്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധിയും വരും. കാരണം ഒരുപാട് രാജ്യങ്ങൾ, ഈ അറിയപ്പെടുന്ന 4-5 രാജ്യങ്ങൾ കൃത്യമായ ഫണ്ട് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുള്ളൂ. ഇത് ഒന്നാമത്തെ കാര്യം. ഒന്ന്, സാമ്പത്തികമായ പ്രതിസന്ധി വലിയ തരത്തിലുള്ള പ്രശ്നമാണ്. കാരണം എല്ലാ രാജ്യങ്ങളും ഇതിന് ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യണം. റഷ്യയുടെ ഭാഗത്തു നിന്നും, ഇന്ത്യയുടെ ഭാഗത്തു നിന്നും, പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും, അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്തു നിന്നും, തുർക്ക്മെനിസ്ഥാന്റെ ഭാഗത്തു നിന്നും അടക്കമുള്ള ഫണ്ടുകൾ കൃത്യമായി കിട്ടണം. അങ്ങനെ കിട്ടിയാൽ മാത്രമേ ഉള്ളൂ ഈ കാര്യം കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഒന്ന് സാമ്പത്തിക പ്രതിസന്ധി. രണ്ടാമത്തെ കാര്യം രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ. നമുക്കറിയാം ഈ പറഞ്ഞ പാകിസ്ഥാൻ, ഇന്ത്യ തമ്മിലുള്ള പ്രശ്നം. പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള റൂട്ട് വിട്ടുകൊടുക്കുമോ, അവരുടെ പാത, അവരുടെ മണ്ണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി വിട്ടുകൊടുക്കുമോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം
പാകിസ്ഥാനിലൂടെ വരികയാണെങ്കിൽ തന്നെ ബലൂചിസ്ഥാൻ വിഘടനവാദം വലിയ തരത്തിൽ പാകിസ്ഥാനെ നേരിടുന്നുണ്ട്. അപ്പോൾ ബലൂചിസ്ഥാൻ വിഘടനവാദത്തെ എങ്ങനെ നേരിടും? കൊണ്ടുവന്നാൽ തന്നെ അവർ ആക്രമണം നടത്തുമോ? കാരണം പാകിസ്ഥാനിൽ തന്നെ രണ്ട് തട്ടായി കഴിഞ്ഞു, പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ എന്നുള്ള തരത്തിൽ. അതുകൊണ്ട് അവരെ എങ്ങനെ സമാധാനത്തിന്റെ പാതയിലോട്ട് കൊണ്ടുവരും? ഏതെങ്കിലും ട്രെയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ചരക്ക് മാറ്റങ്ങൾ നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം മുമ്പിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. മാത്രമല്ല, എണ്ണ ഇറക്കുമതിക്ക് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രാതിനിധ്യം അല്ലെങ്കിൽ വളരെ പ്രധാനമുള്ള ഒന്ന് തന്നെയാണ്. ജൂലൈ വരെയുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ പെട്രോളിയം ഇറക്കുമതിയുടെ 55% റഷ്യയിൽ നിന്നാണ്. അപ്പം പ്രതിസന്ധികളില്ലാതെ സുരക്ഷിതമായ ഒരു എണ്ണ വ്യാപാരം നടത്തുക എന്ന് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കാരണം ഈ 55% നിലവിൽ നമ്മൾ പെട്രോളും ക്രൂഡ് ഓയിലും വാങ്ങുന്നത് തന്നെ റഷ്യയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ലോങ് ടേം വിഷനുമായി ബന്ധപ്പെട്ട് ഇത് വളരെ പ്രാബല്യത്തിൽ വരേണ്ട ഒരു കാര്യം. പക്ഷെ പെട്ടെന്ന് ഇത് നടക്കുമോ എന്നുള്ള വലിയ ചോദ്യചിഹ്നം മുമ്പിലുണ്ട്. മാത്രമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു കയറ്റുമതി സാധ്യതകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള അരി, അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, മരുന്നുകൾ, കാർഷിക വിഭവങ്ങൾ, അതുപോലെ തന്നെ മറ്റ് വളങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് ഇമ്പോർട്ടും എക്സ്പോർട്ടും ചെയ്യാൻ ഇന്ത്യക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നീട് രാഷ്ട്രീയമായ ഒരുപാട് പ്രശ്നങ്ങൾ നേടാൻ പോകുന്നത് എന്നീ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഇന്ത്യ പ്രശ്നം ഒന്ന് വരും. രണ്ടാമത്തെ കാര്യം സാമ്പത്തികമായ പ്രതിസന്ധി. നിലവിലുള്ള ഏകദേശം റാഷത്ത് മുതൽ അതുപോലെ തന്നെ രാഷ്ട്രീയപരമായുള്ള പ്രശ്നത്തിന് കൂടാതെ പിന്നീട് വരുന്ന പ്രശ്നങ്ങളാണ് സാമ്പത്തികമായ വലിയ ബാധ്യത. എല്ലാ രാജ്യങ്ങളുടെയും ഇത് സാമ്പത്തികമായിട്ട് വലിയ തരത്തിൽ പ്രശ്നത്തിലോട്ട് എത്തിച്ചേരും. മൂന്നാമത്തെ കാര്യം ഭൂമിശാസ്ത്രപരമായ, പ്രത്യേകിച്ച് അഫ്ഗാന്റെ മലനിരകൾ, അതുപോലെ തന്നെ ഇറാന്റെ, അതുപോലെ തന്നെ പാകിസ്ഥാന്റെ മലനിരകൾ, ഇതൊക്കെ കവിച്ച് എങ്ങനെ ഇങ്ങോട്ട് എത്തും എന്നുള്ള വലിയ ചോദ്യചിഹ്നം കിടക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ വലിയൊരു മുന്നേറ്റത്തിന് വേണ്ടിയാണ്ട് റഷ്യയും ഇന്ത്യയും കൈകോർക്കുമ്പോൾ ബാക്കിയുള്ള രാജ്യങ്ങൾ അതിന് തയ്യാറാകുമ്പോൾ പാകിസ്ഥാന്റെ വിഷയത്തിൽ പാകിസ്ഥാനിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വലിയൊരു ചോദ്യം ചിഹ്നം തന്നെയാണ്. കാരണം ഈ ആഗോള പ്രതിസന്ധി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യയിൽ ഇത്രത്തോളം 135-150 കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായിട്ടുള്ള അക്കോമഡേഷൻ, അവർക്ക് വേണ്ട എണ്ണ, കൃത്യമായ കാര്യങ്ങൾ ഇവിടെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യ മാത്രമല്ല, ലോകത്തെ എല്ലാ രാജ്യങ്ങളും അവരുടെ പൗരന്മാർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് അവരുടെ കടമയാണ്. അപ്പൊ ഇത്തരത്തിൽ ബാക്കി എല്ലാ റിസോഴ്സും എല്ലാ രാജ്യത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എണ്ണയുടെ ശേഖരണം വളരെ കുറവാണ്. അപ്പൊ എണ്ണയെ നമ്മൾ ബാക്കി രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരും. ബാക്കി രാഷ്ട്രങ്ങൾക്ക് പല കാര്യങ്ങളും വളരെ കുറവായിരിക്കും. അപ്പൊ അവർക്ക് ആ വിഷയം ബന്ധപ്പെട്ട് ഇന്ത്യയെ ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ പരസ്പരം ആശ്രയിച്ചാൽ മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ സുഗമമായി പോകുള്ളൂ. അപ്പോഴാണ് ഹോർമൂസ് പോലുള്ള സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലടക്കം വലിയ തരത്തിലുള്ള പ്രതിസന്ധി നടക്കുന്നത്. വെറും 2 ആഴ്ച കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ള തരത്തിൽ പറഞ്ഞുകൊണ്ടാണ് ട്രംപും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഇറങ്ങുന്നത്. പക്ഷെ 6 മാസം ആകുമ്പോഴും ഈ ഒരു വിഷയം എവിടെയും എത്തുന്നില്ല എന്നുള്ളതാണ്. ആധുനിക യുദ്ധലോകത്ത് ആര് വിജയിക്കുന്നു എന്നുള്ളതല്ല, എത്ര കാലം പിടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, റഷ്യ യുക്രൈൻ യുദ്ധം വലിയ തരത്തിൽ വെറും ആഴ്ചകൾ കൊണ്ട് തന്നെ അവസാനിക്കുന്നു വിചാരിച്ചിരുന്നു. പക്ഷെ വർഷം 3-4 ഇതുവരെ അവസാനിച്ചിട്ടില്ല, ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. സെലൻസ്കിയും പുടിനും തമ്മിൽ നേർക്കുനേർ പല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ നടക്കുന്നു. അതിന്റെ അലാസ്കയിൽ ചർച്ചകൾ നടക്കുന്നു. അതൊന്നും എവിടെയും എത്തുന്നില്ല. എന്നിരുന്നാൽ പോലും അതും ഒരു വശത്ത് നടക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ കൃത്യമായുള്ള കാര്യങ്ങൾ തങ്ങളുടെ രാജ്യത്തോട്ട് എത്തിക്കുക എന്നുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു പദ്ധതിയാണ് റഷ്യൻ പ്രസിഡന്റ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് പൂർണ്ണമായും ഇന്ത്യ അംഗീകരിക്കുന്നെന്ന് തന്നെയായിരിക്കും. അതിനുവേണ്ടി ഇന്ത്യ എത്ര വേണമെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഇന്ത്യ തയ്യാറാകും. കാരണം ഒരു ലോങ് ടേം വിഷണറി ഉള്ള ഒരു നേതാവിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. ഇനിയൊരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് തടസ്സങ്ങളില്ലാണ്ട് ചരക്കുകൾ രാജ്യത്തോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കണക്ഷൻ ഉണ്ടാകുക എന്നുള്ളത് നല്ല കാര്യമാണ്. മാത്രമല്ല, ഇത് ഭാവിയിൽ യൂറോപ്പിനടക്കം ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു മാർഗമായിട്ട് വിപുലീകരിക്കപ്പെടാനും പറ്റും. അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങൾക്ക് ഇത് വലിയ മുതൽക്കൂട്ടാകും. പക്ഷെ അതിന് പറഞ്ഞ പോലെ ഒരുപാട് തടസ്സങ്ങൾ മുമ്പിലുണ്ട്. ഏത് തരത്തിലായിരിക്കും പാകിസ്ഥാൻ ഇതിനെ നേരിടുക, ഏത് തരത്തിലായിരിക്കും പാകിസ്ഥാൻ ഇതിനെ അംഗീകരിക്കുക എന്നുള്ള വലിയ ചോദ്യം ചിഹ്നമുണ്ട്. എന്നിരുന്നാൽ പോലും നിലവിലെ സാഹചര്യം പാകിസ്ഥാനും അത്ര അനുകൂലമല്ല. വലിയ തരത്തിലുള്ള സാമ്പത്തികമായിട്ടും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. മാത്രമല്ല, ഉള്ളിൽ നിന്ന് തന്നെ പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് തന്നെ നല്ലൊരു ആൾക്കാർ വിമതർ പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത്തരത്തിൽ കാര്യങ്ങളെല്ലാം ഇരിക്കുമ്പോൾ പാകിസ്ഥാനും സാമ്പത്തികമായി ഭദ്രത നിലനിർത്തുക എന്നുള്ളത് അവരുടെയും ഒരു പ്രധാന അജണ്ടയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റെയിൽപാതയെ പാകിസ്ഥാൻ എതിർക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷെ തൊട്ടപ്പുറത്ത് ഇതിന്റെ ഉപകാരം കിട്ടുന്നത് ഇന്ത്യക്ക് കൂടി ആയതുകൊണ്ട് ഏത് തരത്തിലും ഇതിനെ എതിർക്കാൻ ചാൻസ്
ഉണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല. ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ്. എന്തായാലും കാത്തിരുന്ന് കാണും ഏതൊക്കെ തരത്തിലായിരിക്കും ഇനി പാകിസ്ഥാന്റെ നിലപാട് എന്നുള്ളതും. ഇത് വെറും സ്വപ്ന പദ്ധതി മാത്രമാകുമോ, അതല്ല യാഥാർത്ഥ്യകരിക്കാൻ പറ്റുന്ന ഒരു വിശാല പദ്ധതി തന്നെ ആയിരിക്കുമോ എന്നുള്ളതും. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് അമേരിക്കയെ എങ്ങനെ ബാധിക്കും എന്നുള്ളതും. കാരണം അമേരിക്കയാണ് ഇപ്പൊ മൊത്തം കടലിന്റെ ഒരു മൊണോപ്പൊളി ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ ഇത്തരത്തിലൊരു പാത വരുമ്പോൾ അത് അമേരിക്ക കൂടി വലിയ തരത്തിൽ തിരിച്ചടിയാകും എന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം എന്തായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നിലപാട് എന്നുള്ളതും. അതുപോലെ തന്നെ പാകിസ്ഥാൻ മണ്ണ് വിട്ടുകൊടുക്കുമോ എന്നുള്ള നിലപാടും അവരുടെ നിലപാടും. മാത്രമല്ല നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങളുടെ എല്ലാം പരിസമാപ്തി ഇതിന് അത്യാവശ്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട അമേരിക്ക ഏതൊക്കെ തരത്തിലുള്ള നീക്കം ഇനി ഉണ്ടാകും എന്നുള്ളതും എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.